കേന്ദ്ര സർക്കാരിനെതിരെ രാപ്പകലില്ലാതെ സമരം നടത്തിയും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചും വാർത്തകളിൽ നിറഞ്ഞ അതേ സോനം വാങ്ചുക്. അതെ, നിങ്ങൾ കേട്ട ആ പേര് തന്നെയാണ്. സർക്കാരിനെതിരെ നെഗറ്റീവ് വാർത്തകൾ കിട്ടിയാലും അത് ആഘോഷമാക്കാൻ നടന്നിരുന്ന അതേ സോനം വാങ്ചുക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേട്ടാൽ മോദി വിരുദ്ധരുടെ നെഞ്ചത്ത് തീ കോരിയിട്ടതുപോലെയായിരിക്കും. മോദി എന്താണ് രാജ്യത്തിന് ചെയ്തത്, കശ്മീരിന് എന്ത് വികസനമാണ് കിട്ടിയത് എന്ന് ചോദിച്ച് നടക്കുന്ന വിമർശകരൊക്കെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുപഠിക്കേണ്ട, സ്വന്തം കാതുകൊണ്ട് കേട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ഇപ്പോൾ ലഡാക്കിൽ നിന്നും കശ്മീരിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. സമരങ്ങളും നിരാഹാരവും ഒക്കെ കഴിഞ്ഞ് മടങ്ങിയ സോനം വാങ്ചുക് തന്റെ യാത്രാവേളയിൽ അനുഭവിച്ചറിഞ്ഞ ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച്, നരേന്ദ്രമോദി സർക്കാരിന്റെ മാസ്റ്റർ പീസ് പദ്ധതികളെക്കുറിച്ച് എക്സിൽ പങ്കുവെച്ച കുറിപ്പ് അതാണിപ്പോൾ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം. രാഷ്ട്രീയ കണ്ണട വെച്ച് മാത്രം കാര്യങ്ങൾ കാണുന്ന, എപ്പോഴും രാജ്യത്തിനെതിരെ കുറ്റങ്ങൾ മാത്രം പെരുപ്പിച്ചു കാട്ടുന്ന വിവരദോഷികളായ വിമർശകരുണ്ടല്ലോ, അവർക്കുള്ള ഏറ്റവും ശക്തമായ അടിയാണ് സോനം വാങ്ചുക്കിന്റെ ഈ തുറന്നു പറച്ചിൽ. ഇവിടെയാണ് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം. എല്ലാ കാര്യത്തിലും സർക്കാരിനെ എതിർത്തു എന്ന് കരുതി രാജ്യത്ത് നടക്കുന്ന യഥാർത്ഥ വികസനത്തെ കണ്ണടച്ചിരുട്ടാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. രാഷ്ട്രീയത്തിനപ്പുറം രാജ്യമാണ് വലുതെന്ന് തെളിയിച്ചുകൊണ്ട് തൻ്റെതായ പക്വത അദ്ദേഹം പൂർണ്ണമായും കാണിച്ച് തന്നിരിക്കുകയാണ്. എതിർക്കേണ്ടടുത്ത് എതിർക്കുമെങ്കിലും രാജ്യത്തിന്റെ നേട്ടങ്ങളെ തുറന്നു സമ്മതിക്കാൻ കാണിച്ച വലിയ മനസ്സ്, അതാണ് സോനം വാങ്ചുക് കാണിച്ചു തന്ന യഥാർത്ഥ പക്വത. അതെ, നമ്മൾ തിരിച്ചറിയേണ്ടതും അതാണ്. എപ്പോഴും നെഗറ്റീവ് മാത്രം പറഞ്ഞു നടന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്ന രാഷ്ട്രീയക്കാർക്കുള്ള ചുട്ട മറുപടിയാണിത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു പൗരൻ വികസനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരുടെ പോലും കണ്ണു തുറപ്പിക്കുന്നത്? ഇത്രയും നാളും മോദി വിരുദ്ധത മാത്രം നടന്നവർക്ക് മുന്നിലേക്ക് യാഥാർത്ഥ്യത്തിന്റെ ആ വലിയ ചിത്രം തുറന്നു വെക്കുകയാണ്. സമരമുഖങ്ങളിൽ നിന്ന് മടങ്ങിയ സോനം വാങ്ചുക് തന്റെ യാത്രാവേളയിൽ അനുഭവിച്ചറിഞ്ഞത് ഇന്ത്യയുടെ ലോക നിലവാരത്തിലുള്ള റെയിൽവേ വികസനമാണ്. ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കും തുടർന്ന് ലഡാക്കിലേക്കും നടത്തിയ വന്ദേ ഭാരത് ട്രെയിൻ യാത്ര അതൊരു സാധാരണ യാത്രയായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഗതാഗത മാർഗമായി മാറിയത്. തന്റെ എക്സ് പേജിൽ അദ്ദേഹം കുറിച്ച വരികൾ വിമർശകരുടെ മുഖത്തേറ്റ വലിയൊരു അടിയാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കൂ: ഞങ്ങൾ ലഡാക്കിലേക്ക് പുറപ്പെട്ടു, വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തു, അതിന്റെ പ്രിയപ്പെട്ട ഗതാഗത മാർഗമാണ്. ഇന്ത്യൻ റെയിൽവേയിൽ എനിക്ക് അതിയായ അഭിമാനം തോന്നുന്നു. നിങ്ങൾ കണ്ടില്ലേ, സർക്കാരിനെതിരെ എന്ത് നെഗറ്റീവ് പറഞ്ഞിറങ്ങുന്നവരായാലും രാജ്യത്ത് യഥാർത്ഥ വികസനം നടക്കുമ്പോൾ അത് തുറന്നു പറയാൻ ഒരു പക്വതയുണ്ട്. ആ പക്വതയാണ് സോനം വാങ്ചുക് ഇവിടെ പ്രകടമാക്കിയത്. രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ച് യഥാർത്ഥത്തെ അംഗീകരിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ്, അത് എതിർപക്ഷത്തിരിക്കുന്നവർക്ക് ഒരു പാഠമാണ്. ഇത് കാണാതെ ഇനിയും കുറ്റങ്ങൾ മാത്രം പെരുപ്പിച്ച് കാട്ടുന്നവർക്കുള്ള ചുട്ട മറുപടിയാണിത്. ഈ യാത്രക്കിടയിലാണ് അദ്ദേഹം മറ്റൊരു ചരിത്ര അത്ഭുതം നേരിട്ട് കണ്ടത്. കശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ കേന്ദ്ര സർക്കാർ നിർമ്മിച്ച മഹാത്ഭുതം, ലോകം മുഴുവൻ ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുന്ന ചെനാബ് റെയിൽവേ പാലം. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ചെനാബ് നദിക്ക് കുറുകെയുള്ള പാലം കാണാനും ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. അത് ശരിക്കും മനോഹരമായ ഒരു അനുഭവമായിരുന്നു. ഈ പാലത്തിന്റെ വലുപ്പവും ഉയരവും കേട്ടാൽ ഏതൊരു ഭാരതീയന്റെയും അഭിമാനം കൊണ്ട് നിറയും. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 359 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർക്ക് പാലം. വർഷങ്ങളായി ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ജമ്മു കാശ്മീരിൻ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി റെയിൽപാത വഴി ശക്തമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ പാലം വഹിക്കുന്ന പങ്ക് ചരിത്രപരമാണ്. ഇനി ഇവിടെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സുഹൃത്തുക്കളെ. ചെനാബ് പാലവും വന്ദേ ഭാരതും മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി മോദി സർക്കാരിന്റെ കീഴിൽ കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിപ്ലവമാണ്, റോഡ് ഗതാഗത വിപ്ലവം. ലോകം അത്ഭുതപ്പെടുന്ന വലിയ ടണലുകളും എക്സ്പ്രസ് ഹൈവേകളും അവിടെ നിർമ്മിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ യാത്രാ സൗകര്യം സുഗമമായി നടക്കുന്നു. അതുപോലെ വിനോദസഞ്ചാര കുതിപ്പ്, ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ദിവസേന കശ്മീരിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസവും മറ്റും കാര്യങ്ങളും, താഴ്വരയിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഡിജിറ്റൽ കണക്ടിവിറ്റിയും ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയധികം വികസനങ്ങൾ കൺമുന്നിൽ നടക്കുമ്പോഴാണ് എന്താണ് അവിടെ കിട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ ഇപ്പോഴും സമരങ്ങളും കുറ്റപ്പെടുത്തലും നടപ്പിലാക്കുന്നു. അന്ന് കശ്മീരിനെ അശാന്തിയുടെ തുരുത്താക്കി മാറ്റിയവർക്ക് മുന്നിൽ ഇന്ന് വികസനത്തിന്റെ റോസാപ്പൂക്കൾ വിരിച്ച് നൽകുകയാണ് നരേന്ദ്രമോദി സർക്കാർ.
ഇനി ഇവിടെയാണ് മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണം വിജയിക്കുന്നത്. മോദി കശ്മീരിന് എന്തു തന്നു എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരൊന്നും മനസ്സിലാക്കണം. ഈ ചെനാബ് പാലവും വന്ദേ ഭാരത് സർവീസും കശ്മീരിന്റെ മുഖച്ഛായയാണ് മാറ്റുന്നത്. കശ്മീരുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും ജനങ്ങളുടെ യാത്രകൾ സുഗമമാക്കാനും ഈ പാലം വഴി സാധിക്കുകയാണ്. അതുപോലെ സൈനിക നീക്കം ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ സൈന്യത്തിന് അതിവേഗം കശ്മീരിൽ എത്തിച്ചേരാൻ ഈ റെയിൽവേ പാത വലിയൊരു കരുത്താണ്. ഇത്രയും വലിയ മാറ്റങ്ങൾ കൺമുന്നിൽ നടക്കുമ്പോഴും രാഷ്ട്രീയ വിരോധം കൊണ്ട് കണ്ണടച്ചിരുട്ടാക്കുന്ന ചില വിമർശകരുണ്ട്. അവർക്കുള്ള ഏറ്റവും മികച്ച മറുപടിയാണ് സോനം വാങ്ചുക്കിന്റെ ഈ വാക്കുകൾ. രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിന്റെ വികസനത്തെ അംഗീകരിക്കാൻ കാണിച്ച പക്വതയാണ് നമ്മൾ കാണേണ്ടത്. നെഗറ്റീവ് മാത്രം പറഞ്ഞ് നടക്കുന്നവർ ഇനിയെങ്കിലും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇനി ചിലർ ചോദിച്ചേക്കാം, ഇതൊക്കെ ഇത്ര വലിയ വാർത്തയാക്കാൻ മാത്രം എന്താണുള്ളതെന്ന്. തീർച്ചയായും ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട് പ്രേക്ഷകരെ. കാരണം പരസ്യമായി കടുത്ത ശത്രുതയും രാഷ്ട്രീയ എതിർപ്പും പുലർത്തുന്ന പല നേതാക്കളും അപൂർവമായിട്ടേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെ ഇത്രത്തോളം പുകഴ്ത്തി പറയാറുള്ളൂ. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയെ തന്നെ നോക്കൂ. അദ്ദേഹം എപ്പോഴെങ്കിലും മോദി സർക്കാർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? എപ്പോഴും രാജ്യത്തെ കുറ്റപ്പെടുത്താനും മോദിയുടെ ഭരണത്തിൽ നെഗറ്റീവുകൾ മാത്രം പെരുപ്പിച്ച് കാട്ടാനുമല്ലേ രാഹുൽ ഗാന്ധിയും കൂട്ടരും ശ്രമിക്കാറുള്ളത്. രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത പ്രതിപക്ഷ നേതാക്കൾക്ക് മുന്നിലാണ് സർക്കാരിനെതിരെ സമരം ചെയ്ത സോനം വാങ്ചുക്ക് മോദിയുടെ വികസനത്തെ തുറന്നു സംബന്ധിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ കണ്ണട വെച്ച് മാത്രം കാര്യങ്ങൾ കാണുന്നവർക്ക് ഇതൊരു കനത്ത പ്രഹരമാണ്. തനിക്കെതിരെ സമരം ചെയ്തവർ പോലും യാഥാർത്ഥ്യം മനസ്സിലാക്കി അംഗീകരിക്കുമ്പോഴാണ് മോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയത്തിന്റെ വിജയം പൂർണ്ണമാകുന്നത്. സോനം വാങ്ചുക്ക് കാണിച്ച ആ പക്വത അത് രാഹുൽ ഗാന്ധി പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. എന്നാലും ആലോചിച്ച് നോക്കിക്കേ, മോദി സർക്കാരിനെതിരെ രാപ്പകലില്ലാതെ സമരം നടത്തിയ ആള്, അല്ലെങ്കിൽ കാശ്മീരിന് എന്ത് കിട്ടി, ലഡാക്കിന് എന്ത് കിട്ടി എന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ മുതലക്കണ്ണീരൊഴുക്കിയ ചില വിമർശകർ ഒക്കെയുണ്ട് ഇവിടെ. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി ഒളിച്ചു? ഇത്രയും കാലം രാജ്യത്ത് എന്ത് നല്ല കാര്യം നടന്നാലും അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിച്ച രാഷ്ട്രീയ ബുദ്ധിജീവികളുടെ മുഖത്ത് കരി വാരി പൂശിയിരിക്കുകയാണ് ഇപ്പോൾ സോനം വാങ്ചുക്ക്. അതെ, സർക്കാരിനെതിരെ സമരം ചെയ്ത അതേ ആൾ തന്നെ മോദിയുടെ വന്ദേ ഭാരതിലും ചെനാബ് പാലത്തിലും എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞ് എക്സിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വെപ്രാളം പൂണ്ടിരിക്കുന്നത് CJPക്കാർക്കായിരിക്കും. മാത്രമല്ല കോൺഗ്രസ്സുകാരും മോദി വിരുദ്ധരാണ്. രാഹുൽ ഗാന്ധിയൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. എപ്പോഴെങ്കിലും രാജ്യത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു വികസനം കണ്ട് കൈയടിക്കാൻ ആ മനുഷ്യന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും രാജ്യത്തെ താഴ്ത്തിക്കെട്ടാനും മോദിയെ എതിർക്കാനും വേണ്ടി മാത്രം നുണകൾ എഴുന്നള്ളിക്കാനല്ലേ ഈ കൂട്ടർക്ക് എപ്പോഴും നേരമുള്ളൂ. നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി വരെ ഈ ഒരു പണിയേ അവർക്കറിയുള്ളൂ, മോദിയെ വിമർശിക്കുക. എതിർക്കേണ്ടടുത്ത് സമരം ചെയ്യും. എന്നാൽ രാജ്യത്തൊരു വികസനം നടക്കുമ്പോൾ അതിനെ തുറന്നു സമ്മതിക്കാൻ ഒരു മനസ്സ് വേണം. ആ മര്യാദയാണ്, ആ പക്വതയാണ് സോനം വാങ്ചുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അല്ലാതെ മറ്റു നേതാക്കളെ പോലെ എന്തിനും ഏതിനും പുച്ഛവും നെഗറ്റീവും മാത്രം കയ്യിൽ കരുതുന്ന ആ ഒരു ന്യായം പറയുന്ന ആൾക്കാർക്ക് ഇതൊരു കനത്ത പ്രഹരമാണ്. ഇനി ഇവരോടൊക്കെ ചോദിക്കാനുള്ളത് ഇതാണ്, നിങ്ങളൊക്കെ എത്രത്തോളം നുണകളും കുറ്റങ്ങളും സോഷ്യൽ മീഡിയയിൽ വാരി ഇറക്കിയാലും മോദി സർക്കാർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന വികസനത്തിന്റെ വേഗത പിടിച്ചുകെട്ടാൻ ഒരുവന്റെയും ആർക്കും കഴിയില്ല. ചെനാബ് പാലവും വന്ദേ ഭാരതും ഒക്കെ കണ്ട് വിറളി പൂണ്ടിരിക്കുന്ന ഈ വിമർശകർക്കുള്ള ഏറ്റവും നല്ല മറുപടി ഇതാണ്, കണ്ടുപഠിക്കൂ എന്നിട്ട് അടങ്ങിയിരിക്കൂ. ആദ്യം സർക്കാരിനെതിരെ സമരം ചെയ്യുക, എന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വലിയ വീമ്പിളക്കുക. ഇതാണ് നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാരുടെയും മറ്റു മുഖമുദ്ര എന്ന് പറയുന്നത്. എന്നാൽ അക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തനായി സോനം വാങ്ചുക്ക് കാണിച്ച ആ ഒരു പക്വത ഉണ്ടല്ലോ, അത് കണ്ട് എന്ത് പറയണമെന്നറിയാതെ വാ പൊളിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കോൺഗ്രസ്സുകാരും CJPയും ഒക്കെ. രാഹുൽ ഗാന്ധിയോ മറ്റു പ്രതിപക്ഷ നേതാക്കളെയോ ഒക്കെ ഒന്ന് ഓർത്തു നോക്കൂ. ഇവർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നരേന്ദ്രമോദി ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം കണ്ട് ഇത് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇവരുടെയൊക്കെ DNA-യിൽ തന്നെ മോദി വിരോധം മാത്രമാണുള്ളത്. രാജ്യത്ത് ഏത് ലോകോത്തര വികസനം വന്നാലും അത് എത്ര തന്നെ ആയാലും അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിച്ച് മോശമായി ചിത്രീകരിക്കുക എന്നല്ലാതെ അവർ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും സോനം വാങ്ചുക്ക് കാണിച്ചത് ഒരു പക്വതയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിക്കും വ്യക്തമാക്കി. അതുകൊണ്ട് ഈ നെഗറ്റീവ് മാത്രം കുത്തിപ്പൊക്കുന്ന വിമർശകരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ എത്രത്തോളം കുറ്റങ്ങളും നുണകളും പറഞ്ഞാലും നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഈ രാജ്യത്തിന് നൽകുന്ന കരുത്തിനെ തകർക്കാൻ നിങ്ങളുടെ ആരുടെയും ചൂണ്ടയാൽ പോലും കഴിയില്ല. സോനം വാങ്ചുക്ക് പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ
വളർച്ചയെ അംഗീകരിക്കാൻ കാണിച്ച മനസ്സ്, അത് കണ്ട് പഠിക്കാൻ കണ്ണ് തുറന്ന് കാണുക. ഇതാണ് യഥാർത്ഥ കരുത്ത് എന്ന് പറയുന്നത്. അല്ലാതെ മുഴുവൻ സമയവും മോദി വിരോധവും മുഴുവൻ സമയവും സർക്കാരിനെതിരെ വിമർശനവും നടത്തിയ നിങ്ങൾ ഇതൊന്ന് കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്കുകളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.